പറയാൻ പോകുന്നത് ഹൗ ഗട്ട് ഹെൽത്ത് അഫക്ട്സ് യുവർ ഓവറോൾ ഹെൽത്ത്. ഒരു 2500 വർഷം മുമ്പ് ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ഡിസീസസ് ബിഗിൻ ഇൻ ദ ഗട്ട്. അത് ശരിയാണ്. ഇപ്പോഴൊരു സേയിങ് ഉണ്ട്, വി ബിക്കം വാട്ട് വി ഈറ്റ്. അപ്പോ ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് എന്താണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുഡ് നമ്മൾ ഇൻടേക്ക്, അതിന്റെ അസിമുലേഷൻ, അതിന്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ ബാക്കിയുള്ള വേസ്റ്റ് എലിമിനേറ്റ്, ഇത്രയൊരു ഇത് ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പണ്ടൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ആക്ച്വലി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ if it is not dysbiosis അങ്ങനെ എന്തെങ്കിലും ഒരു, if it is not in the നല്ല സ്റ്റേജിൽ അല്ല എന്നുണ്ടെങ്കിൽ it can affect the whole body. അപ്പോ one is കഴ്സർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. മെറ്റബോളിക് ഡിസീസസ് നമ്മൾ കഴിഞ്ഞ തവണ നിമ്മി അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. മെറ്റബോളിക് ഡിസീസസ് എല്ലാം ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ്, എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, പാർക്കിൻസൺ, അൽഷൈമേഴ്സ്, അങ്ങനെ. പിന്നെ അതുപോലെ സൈക്യാട്രിക് ഡിസീസസ് ലൈക്ക് ആങ്സൈറ്റി, സ്ട്രെസ്. പിന്നെ പലതരം ക്യാൻസറുകൾ ലൈക്ക് colorectal cancer, cardiovascular diseases, many infections, all of them has the root from the digestive system. Okay, now digestive system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ട് ഒരു 3 സിസ്റ്റം കൂടെ അതിനകത്ത് ഇൻകോർപ്പറേറ്റഡ് ആണ്. അത് ഒന്ന് ഒരു സെക്കൻഡ് ബ്രെയിൻ, നമ്മുടെ ബ്രെയിൻ കൂടാതെ ഒരു സെക്കൻഡ് ബ്രെയിൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ട്. അതിന് എൻട്രിക് നെർവസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ബോഡിയുടെ 70 to 80% ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം റിസൈഡ്സ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. പിന്നെ മൂന്നാമത്തെ ഒരു യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എൻ ഓർഗൻ, ഗട്ട് ഫ്ലോറ, അതും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫങ്ഷൻ വരുമ്പോഴേ നമുക്കൊരു ഹെൽത്തി ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഐ വിൽ ഡിസ്കസ് എ ഫ്യൂ പോയിന്റ്സ് അബൌട്ട് ഓൾ ദീസ് 3 ആസ്പെക്ട്സ്. വൺ ഈസ് ദ enteric nervous system or the ENS. Then after that I will discuss about gut flora and immune system. അപ്പോൾ ആദ്യം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, enteric nervous system, അത് ഗട്ടിലാണ് കാണുന്നത്. അത് പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ഏകദേശം സെയിം പാറ്റേൺ ആണ് ഗട്ടിലുള്ള എൻട്രിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ആൻഡ് യു നോ ദാറ്റ് പണ്ട് നമ്മൾ എൻട്രിക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ നെർവ്സ് എന്ന് പറയുന്ന ഓട്ടോണോമിക് സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് എന്നുള്ള നിലയിലാണ് കണ്ടിരുന്നത്. ബട്ട് നൗ ഡേയ്സ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. അപ്പോൾ ഈ എൻട്രിക് നെർവസ് സിസ്റ്റവും സെൻട്രൽ നെർവസ് സിസ്റ്റവും തമ്മിൽ കണക്റ്റഡ് ആണ് വയാ ദ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇനിയിപ്പോ അഥവാ ഈ എൻട്രിക് നെർവസ് സിസ്റ്റത്തിനെ സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് ടോട്ടലി കട്ട് ഓഫ് ചെയ്താൽ പോലും ദ എൻട്രിക് നെർവസ് സിസ്റ്റം ഹാസ് ദ പവർ ടു വർക്ക് ഇൻഡിപെൻഡന്റ്ലി. പെരിസ്റ്റാലിസും ബാക്കി എല്ലാ ഫങ്ഷൻസും എന്നാലും നടക്കും. ഓക്കെ, ഇതിന് ഈ ബ്രെയിനും എൻട്രിക് നെർവസ് സിസ്റ്റം തമ്മിൽ ഒരു ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. രണ്ടിനും ഗ്ലയൽ സപ്പോർട്ട് ഉണ്ട്. ബ്രെയിനിൽ 85 മില്യൺ ന്യൂറോൺസ് ഉള്ളപ്പോൾ സെക്കൻഡ് ബ്രെയിനിൽ അറൌണ്ട് 100 മില്യൺ ന്യൂറോൺസ് ഉണ്ട്. ബ്രെയിനിൽ 100 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് അസിറ്റൈൽ കോളിൻ, ഡോപ്പമൈൻ, സെറട്ടോണിൻ, അങ്ങനെയുള്ള എല്ലാ അതിന്റെ ഏകദേശം ഒരു 100 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രെയിനിലുള്ളപ്പോൾ 40 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ദർ ഇൻ ദ സെക്കൻഡ് ബ്രെയിൻ ഇൻ ദ എൻട്രിക് നെർവസ് സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ 50% ഡോപ്പമൈൻ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ the next the remaining 50% is produced from the gut. Dopamine and serotonin, okay, you might have heard that these are called the happy hormones. നമ്മുടെ മൂഡിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ്.
അതുപോലെ ബ്രെയിനിൽ 5% സെറോട്ടോണിൻ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 95% ഓഫ് ദ സെറോട്ടോണിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എൻട്രിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള സിമിലാരിറ്റീസ് ബ്രെയിനും സെൻട്രൽ നെർവസ് സിസ്റ്റവും എൻട്രിക് നെർവസ് സിസ്റ്റമായിട്ട് ഇപ്പൊ ഈ എൻട്രിക് നെർവസ് സിസ്റ്റം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഈസോഫാഗസ് ടു ദ ഏനൽ സ്ഫിങ്ക്ടേഴ്സ്. that lies, it comes as two plexus. One is the submucosal plexus or the Meissner's plexus, and the Meyendrick and Orbach. ഇത് കാണുന്നത് submucosal plexus submucosilum, Meyendrick nerve plexus കാണുന്നത് circular nervesനും longitudinal circular muscle-നും longitudinal muscle-നും ഇടയ്ക്കാണ്. It is composed of neurons, a group of neurons, ganglia, അതിനകത്ത് glial cell support ഉണ്ട്, and it നമ്മുടെ mucosal villi ഒക്കെ ആയിട്ട് അത് കണക്റ്റഡ് ആണ്. സെൻസറി നെർവ്സ്, സെൻസറി ന്യൂറോൺസ് ഉണ്ട്. സോ it is in communication with the brain via the autonomous nervous system. ഇപ്പൊ ഈ കാണുന്നത് Meyendrick and submucosal and Meyendrick plexus ആണ്. It is connected to the mesentery, and vagus nerve valley it is connected to the brain. പിന്നെ ഈ ഇത് പറയുമ്പോൾ you should know that ഇത്രയും nerves മറ്റേ ന്യൂറോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ഉള്ളപ്പോൾ ബ്രെയിനിൽ നടക്കുന്നതുമാതിരി തന്നെയുള്ള ബ്രെയിനിൽ നമ്മുടെ എമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതുമാതിരി തന്നെ നമ്മുടെ ഗട്ടിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫീലിങ്സ് ലൈക്ക് സാഡ്നെസ്, ആങ്കർ, നെർവസ്നെസ്, ഫിയർ, ജോയ്, എവറിഥിങ് ക്യാൻ ബി ഫെൽറ്റ് ഇൻ ദ ഗട്ട്. നമ്മൾ സാധാരണ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലൊക്കെ പോകുമ്പോഴോ യു ഫീൽ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്റ്റൊമക്ക്. അതുപോലെ എക്സാം പോകുന്നതിന് മുമ്പ് നമുക്ക് വി മേ ഫീൽ ഇൻറ്റസ്റ്റൈനൽ ക്രാംസ്. അതുപോലെ നമ്മൾ ആന്റി ഡിപ്രസൻസ് കഴിച്ചു കഴിഞ്ഞാൽ യു ഫീൽ സ്റ്റൊമക്ക് അപ്സെറ്റ്, നോസിയ, അബ്ഡോമിനൽ അപ്സെറ്റ്, ഇതെല്ലാം ഉണ്ടാവും. അതുപോലെ മൈഗ്രെയിനിൽ നല്ല മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ യു വിൽ ഫീൽ വോമിറ്റിംഗ്. അപ്പൊ ഇതെല്ലാം ദാറ്റ് ഈസ് ഓൾ ബിക്കോസ് ദ ബ്രെയിൻ ആൻഡ് ദ സെക്കൻഡ് ബ്രെയിൻ ആർ കണക്റ്റഡ്. പിന്നെ ഇപ്പോ when the two brains are interconnected and they behave like Siamese twins, when one gets upset the other also gets upset. Okay, ഈ ഒരു ടോപ്പിക് ഗട്ട് ട്രാൻസിറ്റ് ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത് ഫ്രം ഈസോഫാഗസ് അപ് ടു ദ ഏനൽ സ്ഫിങ്ക്ടർ ഇറ്റ്സ് അറൌണ്ട് 28 feet, അതാണ്ട് 8.79 meters ആണ്. സ്റ്റൊമക്ക് ഏകദേശം 18 centimeter, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ 6.5, എന്ന് പറഞ്ഞാൽ 25, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പോർഷൻ അതാണ് 21 feet. ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഓൺലി 5 feet. ടോട്ടലി 28 feet-ലാകത്ത് ഈ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈമാണ് ഗട്ട് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റൊമക്കിൽ ഇറ്റ് ടേക്സ് അറൌണ്ട് 4 to 6 hours for the food to pass from the stomach to the duodenum. അതുപോലെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഇറ്റ് ടേക്സ് അറൌണ്ട് 5 to 6 hours. ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ അതാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അറൌണ്ട് 10 to 59 hours. പക്ഷെ ഒരു ആവറേജ് ഒരു 48 hours-നുള്ളിൽ നമ്മുടെ ഫുഡ് എലിമിനേറ്റ് ചെയ്യണം. മാക്സിമം പോയാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓവർ 72 hours. ഈ 72 hours-ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ ഹെൽത്ത്. ഈ ശരിക്കും ബൗൾ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു കീ ഫാക്ടർ ഫോർ ദ ഹെൽത്തി ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. നമ്മൾ ഈ 72 hours-ലൊക്കെ കൂടുതൽ നമ്മുടെ ഫുഡ് ഈ സീക്കത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
a lot of harmful bacterial degradation products are produced, particularly from the protein breakdown, ammonia, sulfur. Idellam harmful aanu. And if it lasts for more than 72 hours, we may feel constipated. There is risk for colorectal cancer, Parkinson's disease, and infections like candidiasis. അപ്പോൾ ഇതൊക്കെ വളരെ ഗട്ട് ട്രാൻസിറ്റ് ടൈം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഫീക്കൽ ഇൻകോണ്ടിനൻസ്. ഇത് പർട്ടിക്കുലർലി ഓൾഡ് ഏജ് പീപ്പിൾ വളരെ കോമൺ ആണ്. അതുകൊണ്ട് പർട്ടിക്കുലർലി നമ്മൾ വി ആർ ഇൻ ദ ഓൾഡർ ഗ്രൂപ്പ്, നമ്മൾ ഈ ഒരു ചില കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഫ്രെയിൽ ഓൾഡർ പീപ്പിളിൽ colonic transit time prolonged ആണ്, and that can lead to constipation. One of the major reason is diabetes. Diabetes is a risk factor for fecal incontinence and constipation. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ it can affect all the system, particularly the arteries, nerves. അപ്പോൾ അതുപോലെ ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി കൊണ്ടാണ് ആക്ച്വലി ഈ പറയുന്ന പ്രോബ്ലംസ് വരുന്നത്. അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു റിഫ്ലെക്സ് ഉണ്ട്. അത് നമ്മുടെ ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിലെ സ്ട്രെച്ച് റിസപ്റ്റാഴ്സും എൻട്രിക് നെർവസ് സിസ്റ്റത്തിന്റെ നെർവ് ഫൈബേഴ്സും അതെല്ലാം വർക്ക് ചെയ്തിട്ട് ഇറ്റ് ഗിവ്സ് മെസ്സേജ് ടു ദ കോളൻ, and colon will start peristalsis, mass peristalsis, to eliminate the food. If kochu kuttigal breastfeeding ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ immediately they defecate, and when we get older, we keep ourselves in control and we may not feel it. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ to get more space for the food to come in. ഈ ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി വരുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന ഈ പെൽവിക് ഫ്ലോർ മസിൽസിലും ഏനൽ സ്പിങ്ക്ടേഴ്സ് ഒക്കെ വളരെ വീക്ക് ആവും. അതുകൊണ്ട് ഫീക്കൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്, ഫീക്കൽ ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം ലീക്കിംഗ് എ ബിറ്റ് ഓഫ് സ്റ്റൂൾ വെൻ പാസിംഗ് ഗ്യാസ് ഓർ കംപ്ലീറ്റ് ലോസ് ഓഫ് കൺട്രോൾ ഓവർ ദ ബൗൾസ്. അത് ഓൾഡ് ഏജിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ലോങ് കൊളോണിക് ട്രാൻസിറ്റ് ടൈം വരുമ്പോൾ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടാകും. ദാറ്റ് ഈസ് അഗെയിൻ അനദർ റീസൺ ഫോർ എനോറെക്ടൽ ഡിസ്ഫങ്ഷൻ. ഓൾഡർ പീപ്പിൾ ഇത് കൂടാതെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഓൾഡർ പീപ്പിൾ ആർ ടേക്കിംഗ് ടു മെനി മെഡിസിൻസ്, ഡ്രഗ്സ്. ദർ വിൽ ബി ലാക്ക് ഓഫ് മൊബിലിറ്റി. മൊബിലിറ്റി ഈസ് വെരി വെരി എസെൻഷ്യൽ ഫോർ ദ ഗട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ്. മെറ്റബോളിസം ഒക്കെ നല്ലപോലെ നടന്ന് പെരിസ്റ്റാലിസിസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി മൊബിലിറ്റി. അതുപോലെ ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് ലെസ് ആയിരിക്കും. ഇതെല്ലാം ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള റീസൺ ആണ്. സോ ഹൗ വി ക്യാൻ അവോയ്ഡ് ദാറ്റ്? എങ്ങനെ ബൗവൽ ട്രാൻസിറ്റ് ടൈം ഇംപ്രൂവ് ചെയ്യാം? ഏറ്റവും പ്രധാനമായിട്ട് യു ഷുഡ് എക്സസൈസ് ഫോർ 30 minutes to increase the metabolism, so there will be muscle contraction. അതുപോലെ second thing is eat more fiber, leafy vegetables, fresh fruits. This will add bulk to the feces, and it will stimulate the bowels to push the food along. പിന്നെ വേറെ ഒന്ന്, eat lot of probiotic foods like yogurt or uncooked fresh vegetables or salads, fruits. Idellam it will increase the probiotic bacteria inside your gut. That will promote the movement. Then eat less meat, milk, hard cheese, refined carbohydrates like white flour, white sugar, white rice. Idellam digestive system totally harmful aanu. It should be eaten in moderation only, not too much. If you can concentrate more on the vegetable side, it will have a lot of fiber. It will help in the colonic transit time. പിന്നെ അതുപോലെ drink more water, which helps the feces to be moist.
and it will improve the transit time. അപ്പോൾ എൻട്രിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. എൻട്രിക് നെർവസ് സിസ്റ്റം കൊണ്ടാണ് നമ്മുടെ ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ്, ട്രാൻസിറ്റ് ടൈം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം എൻട്രിക് നെർവസ് സിസ്റ്റം അതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസുമായിട്ടുള്ള ഒരു കണക്ഷനിലാണ് അതെല്ലാം സംഭവിക്കുന്നത്. സോ യുവർ എൻട്രിക് നെർവസ് സിസ്റ്റം ഷുഡ് ബി ഗുഡ്. സെക്കൻഡ് വൺ ഈസ് ദ മൈക്രോബയോം. Microbiome or microbiota. Microbiota എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the collection of microbes. Microbiome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ collection of microbial genes. അപ്പോ ഞാൻ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ദിസ് വാസ് എ ന്യൂ നോളജ് ഫോർ മീ. ആർ വി ഹ്യൂമൻ ഓർ ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും വി ആർ മോർ ബാക്ടീരിയ ദാൻ ഹ്യൂമൻ. കാരണം നമ്മുടെ ബോഡിയിൽ actually 37 million trillion cells ഉള്ളപ്പോൾ there are 38 നേരത്തെ പറഞ്ഞിരുന്ന 100 trillion microbes ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ nowadays they have calculated it as 38 എന്ന് പറഞ്ഞാൽ 1:1 ratio നമ്മുടെ സെൽസും മൈക്രോബ്സും ഉണ്ട്. അതുപോലെ around 1000 species of friendly bacteria reside in our gut system. നമുക്ക് ഏകദേശം 23,000 ജീൻസ് ഈ ടോട്ടൽ ബോഡിയിൽ പല ജീൻസ് ഉള്ളപ്പോൾ മൈക്രോബയോമിന്റെ ജീൻസ് എന്ന് പറയുന്നത് ഏകദേശം 3,30,000. ദാറ്റ് ഈസ് അറൌണ്ട് 150 times more genes. നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ദ ജീൻസ് വിച്ച് പ്ലേ ദ മേജർ റോൾ ഇൻ മെറ്റബോളിസം. Microbes are more powerful than human beings in that way. ഈ മൈക്രോബയോട്ടയുടെ വെയിറ്റ് ഏകദേശം 3 to 5 pounds. That is around 2 kg. എന്ന് പറഞ്ഞാൽ ഏകദേശം ബ്രെയിനിന്റെ വെയിറ്റ് തന്നെ ഒരു നമ്മുടെ ഗട്ട് മൈക്രോബയോട്ടയ്ക്കുണ്ട്. സോ യു ക്യാൻ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗട്ട് മൈക്രോബയോട്ട. ഈ ഗട്ട് മൈക്രോബയോട്ടയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 4 ഫൈല ഉണ്ട്. അതിൽ ഫെർമിക്യൂട്ട്സ്, പിന്നെ ബാക്ടീരിയോയിഡേറ്റ്സ്. ഈ 2 ഗ്രൂപ്പാണ് 90% ഓഫ് ഗട്ട് മൈക്രോബ്സ്. 60 to 80% ഫെർമിക്യൂട്ട്സ് ആൻഡ് 20 to 30% ബാക്ടീരിയോയിഡേറ്റ്സ്. ഇതിൽ നമ്മൾ അറിയുന്ന ബാക്ടീരിയ ആണ് ലാക്ടോബാസിലസ്, എൻട്രോകോക്കസ്, സ്റ്റെഫിലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, ക്ലോസ്ട്രീഡിയം. അതുപോലെ ബാക്ടീരിയോയിഡേറ്റ്സ് ഇത് ഫെർമിക്യൂട്ട്സ് ഗ്രാം പോസിറ്റീവ് ആണ്, ബാക്ടീരിയോയിഡേറ്റ്സ് ഗ്രാം നെഗറ്റീവ് ആണ്. ഇതിനകത്ത് ബാക്ടീരിയോയിഡ്സ് ബി ഫ്രജാലിസ്, ബി വൾഗേറ്റസ്, പല ബാക്ടീരിയ ഉണ്ട്. ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിനെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, ബാക്ടീരിയോയിഡേറ്റ്സ്. ദിസ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ പ്രോബ്ലം നമ്മൾ ഇനി പറയുമ്പോൾ. അതുപോലെ ആക്ടിനോ ബാക്ടീരിയ, അത് ഒരു 10% ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ആണ്. അതിനകത്ത് ബൈഫിഡോ ബാക്ടീരിയം, നിങ്ങൾ പ്രോബയോട്ടിക്സ് മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാണുന്ന ബൈഫിഡോ ബാക്ടീരിയം, ലാക്ടോബാസിലസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുക. പിന്നെ പ്രോട്ടിയോ ബാക്ടീരിയ ഒരു 1% ഉണ്ട്. അതിനകത്താണ് ഈ കോളായി, ഷിഗല്ല അങ്ങനെയുള്ളത്. ഈ കോളായി എല്ലാം ഹാംഫുൾ അല്ല. ദർ ആർ ഫ്രണ്ട്ലി ഈ കോളായി which help in our digestive system. ഈ ബാക്ടീരിയ, friendly bacteria and human, they have a symbiotic relationship. Symbiotic relationship എന്ന് പറയാൻ mutualistic relationship ആണ്. While the host provides nutrients and shelter, commensal or the gut microflora, they provide lot of good things for our body. First thing, it prevents the pathogenic bacteria from colonizing our system. അത് വളരെ വളരെ important ആണ്. This is called colonization resistance. If your friendly bacteria are അതിന്റെ ഡൈവേഴ്സിറ്റി ഒക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ pathogenic bacteria can flare up. So that is very very important. So the friendly bacteria, they colonize the intestine. And എല്ലാ ബാക്ടീരിയയ്ക്കും there are attachment sites in the intestine. Epithelial cells അറ്റാച്ച്മെന്റ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ
ഈ പത്തോജനിക് ബാക്ടീരിയ അവിടെ അറ്റാച്ച് ചെയ്യാൻ സമ്മതിക്കാതെ ഈ ഫ്രണ്ട്ലി ബാക്ടീരിയ കഴിയുന്നതും ആ സർഫസ് എല്ലാം ഓക്യുപ്പൈ ചെയ്യുമ്പോൾ the pathogenic bacteria cannot come there. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പിന്നീട് പറയാം. പിന്നെ these bacteria നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ദഹിപ്പിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അത് മിൽക്ക് ഗ്ലൈക്കൻസ്, ഗാലക്ടോ ഒളിഗോസാക്കറൈഡ്സ്, ഇതൊന്നും നമുക്ക് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റത്തില്ല. ബട്ട് these friendly bacteria can metabolize these അതിനെ ചെറിയ കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ പർട്ടിക്കുലർലി പോളിസാക്കറൈഡ്സ്, മോണോസാക്കറൈഡ്സ് ആയിട്ടും ഒക്കെ ചെറിയ കോമ്പണൻസ് ആയിട്ടൊക്കെ എന്നിട്ട് ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാക്കുന്നുണ്ട്. അതുപോലെ ഫെർമെന്റേഷൻ ഓഫ് പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ബൈൽ സോൾട്ട് മെറ്റബോളിസം. നമ്മുടെ ബൈൽ കുറച്ച് ബൈല് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നുണ്ട്. അതിനെ സെക്കൻഡറി ബൈൽ മെറ്റബോളൈറ്റ്സ് ആയിട്ട്, ആ ബൈൽ മെറ്റബോളൈറ്റ്സ് നമുക്ക് പല ഹെൽപ്പ് തരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ സിഗ്നലിംഗ് സിസ്റ്റം, ഇതിന്റെ മെറ്റബോളൈറ്റ്സ് ആണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസ് സിഗ്നൽ ചെയ്തിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി ബ്രെയിനിലെ കണക്ഷനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ദേ മെറ്റബോളൈസ് സീനോബയോട്ടിക്സ്. സീനോബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ഹാർംഫുൾ ഫോർ ദ ബോഡി. ഇറ്റ് ക്യാൻ ബി സം പ്ലാന്റ് പോയ്സൺസ് ഓർ ഇറ്റ് ക്യാൻ ബി നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ. ഇപ്പോ റെഡ് മീറ്റ് ഒക്കെ ഡിഗ്രേഡ് ചെയ്തിട്ട് മൈക്രോസോമൈൻസും അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഒത്തിരി, പിന്നെ അതുപോലെ പെസ്റ്റിസൈഡ്സ്, പ്ലാന്റ് ടോക്സിൻസ്, അങ്ങനെ പലതും. ദീസ് ആർ ഓൾ സീനോബയോട്ടിക്സ് ആൻഡ് microbiota can metabolize it and make it less harmful, but unfortunately there are some cases in it can become more harmful. അങ്ങനെയും വരാറുണ്ട്. പിന്നെ ബോഡിയിൽ നമുക്ക് കിട്ടാത്ത ഒത്തിരി വൈറ്റമിൻസ് these microbiota produce. B12, B2, വൈറ്റമിൻ കെ, ഫോളിക് ആസിഡ്. പിന്നെ ഒരു പ്രധാന ഫംഗ്ഷൻ ഇതിനെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഷേപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ മൈക്രോബയോട്ട ആണ്. പർട്ടിക്കുലർലി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഒക്കെ. അതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ എപ്പിത്തീലിയൽ ഇന്റഗ്രിറ്റി. ഈ എപ്പിത്തീലിയം എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് അതിനകത്ത് സ്പേസസ് ഒന്നും ഇല്ലാതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടൈപ്പ് ഡെസ്മോസോംസ് ഒക്കെ നല്ല ഇന്റഗ്രിറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയൽ മെറ്റബോളൈറ്റ്സ്, പർട്ടിക്കുലർലി ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ എപ്പിത്തീലിയൽ ഇന്റഗ്രിറ്റി. നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കമൻസൽ ബാക്ടീരിയ നമുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദിസ് ഗട്ട് മൈക്രോബയോം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പർട്ടിക്കുലർലി യങ് മദേഴ്സും ഒക്കെ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ മൈക്രോബയോട്ട നമ്മുടെ ഉള്ളിൽ വരുന്നത് pregnancy when the child is in the womb, the gut almost sterile ആണ്. പക്ഷെ ബർത്ത് കനാലിൽ കൂടെ പുറത്തു വരുമ്പോൾ the moment the baby comes out, അപ്പൊ ഇതിന്റെ ഈ മൈക്രോബയോട്ട particularly നമ്മൾ vaginal birth ആണെന്നുണ്ടെങ്കിൽ it comes in contact, it bathes in the vaginal fluid which contains lot of മൈക്രോബ്സ്, ഫ്രണ്ട്ലി മൈക്രോബ്സ്. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതിനകത്ത് ഈ സാധാരണ നോൺ പ്രഗ്നന്റ് വുമന്റെ വജനൽ ബെഡിൽ യു വിൽ നോട്ട് ഫൈൻഡ് എനി ഫ്രണ്ട്ലി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർലി ലാക്ടോബാസിലസ് ജോൺസോണായി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വജനൽ ബെഡിൽ കാണുന്നതല്ല, അത് ഇൻറ്റസ്റ്റൈനിൽ കാണുന്നതാണ്. ബട്ട് ആസ് ദ പ്രഗ്നൻസി അഡ്വാൻസസ്, vaginal bed will be completely packed with Lactobacillus johnsoni, and when the child is born, the baby sucks some of this bacteria and it goes into the gut.
ഈ ഒരു അഡ്വാൻറ്റേജ് സിസേറിയൻ സെക്ഷനിൽ കിട്ടുന്നില്ല. സിസേറിയൻ സെക്ഷനിൽ വാട്ട് ഹാപ്പൻസ്, ഇൻസ്റ്റെഡ് ഓഫ് ദ ഫ്രണ്ട്ലി ബാക്ടീരിയ, ഇപ്പോ സർജന്റെയോ ഹെൽത്ത് വർക്കേഴ്സിന്റെയോ ഒക്കെ കയ്യിലുള്ള സ്റ്റെഫിലോകോക്കസ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം ഉണ്ട്, ഈ വജൈനൽ സ്മിയേഴ്സ് ബേബിയുടെ വായിൽ തേച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഫ്രണ്ട്ലി ബാക്ടീരിയ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് ഫീഡിങ്, ഇൻഫന്റ് ഫീഡിങ്, ബ്രസ്റ്റ് ഫീഡിങ് ആണോ ബോട്ടിൽ ഫീഡിങ് ആണോ? ബ്രസ്റ്റ് ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കണ്ടെയ്ൻസ് അറൌണ്ട് 400 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രണ്ട്ലി ബാക്ടീരിയ. ആ ഫ്രണ്ട്ലി ബാക്ടീരിയ ലൈക്ക് ലാക്ടോബാസിലസ്, സോ മെനി മിൽക്ക് the bacteria which can digest the milk proteins. ഇപ്പോ മിൽക്കിനകത്തുള്ള ഒരു ഗാലക്ടോ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫ്രണ്ട്ലി ബാക്ടീരിയ ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ മെറ്റബോളൈസ് ദിസ് മിൽക്ക് പ്രോട്ടീൻസ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ് ഫോർ അവർ ബോഡി. ബോട്ടിൽ ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു അഡ്വാൻറ്റേജ് ഇല്ല. യു മേ ഗെറ്റ് ഈവൻ അൺഫ്രണ്ട്ലി ബാക്ടീരിയ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മുടെ ഒരു ചൈൽഡ് ബർത്തിൽ ഫ്രം ദ ഡേ ചൈൽഡ് ഈസ് ബോൺ അപ് ടു 3 years ആണ് ഈ മൈക്രോബയോട്ട നമ്മുടെ ബോഡി ഇൻറ്റസ്റ്റൈനിൽ സീക്കത്തിലും ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ് ടു പിന്നെ ഏകദേശം ഒരു ഓൾഡ് ഏജ് ആകുന്നിടം വരെ ഈ മൈക്രോബയോട്ട സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിലെ ഈ ബാക്ടീരിയൽ ഡൈവേഴ്സിറ്റി കുറയുന്നു. പിന്നീട് അത് അങ്ങനെ ബാക്ടീരിയൽ ഡൈവേഴ്സിറ്റിയും അതിന്റെ നമ്പറും ഒക്കെ കുറയുന്നത് കൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ ഈ ഡിസ്ബയോസിസും മറ്റ് ഗട്ട് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകുന്നു. സോ ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ ഈ ഫ്രണ്ട്ലി ബാക്ടീരിയ നമ്മുടെ ചൈൽഡിന്റെ ഇൻറ്റസ്റ്റൈനിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റാർട്ട്സ് ട്രെയിനിങ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ട്രെയിനിങ് ദ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. പിന്നെ അനദർ ഫാക്ടർ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ keeping the microbiome in the proper shape. Stress free ആയിരിക്കണം. Stress can adversely affect the microbiome. Proper exercise ഇല്ല എങ്കിൽ, അതുപോലെ മെറ്റബോളിക് ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയയെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുന്ന ഡയറ്റ് ആണ്. what type of diet you take, അതിനനുസരിച്ചാണ് നിങ്ങളുടെ മൈക്രോബയോട്ട ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ ഡയറ്റിൽ യു വിൽ ഗെറ്റ് മോസ്റ്റ്ലി ഒബേസിറ്റി ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. അതേസമയത്ത് ഇപ്പോൾ ഇഫ് യു ഗോ ടു ദ ഏഷ്യൻ ട്രൈബൽ ഏരിയാസ് ഓർ ദ ആഫ്രിക്കൻ ട്രൈബൽ ഏരിയാസ്, ദേ ഈറ്റ് ലോട്ട് ഓഫ് ഫൈബർ കണ്ടെയ്നിങ് ഫുഡ്. അവരുടെ ബാക്ടീരിയ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. വെസ്റ്റേൺ യൂറോപ്യൻസിന്റെ ഡയറ്റ് ഒരു മൈക്രോബയോട്ട കോമ്പോസിഷൻ അല്ല ഒരു ആഫ്രിക്കൻസിനോ ഏഷ്യൻസിനോ ഉള്ളത്. അതുപോലെ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു മൈക്രോബയോട്ട കോമ്പോസിഷൻ അല്ല സൗത്ത് ഇന്ത്യൻസ് നമുക്ക് ഉള്ളത്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ വാട്ട് യു ഈറ്റ്. നമ്മൾ റൈസ് കൂടുതൽ ഈറ്റ് ചെയ്യുന്ന നമുക്ക് നമ്മുടെ ബാക്ടീരിയയുടെ ഘടന ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ അനദർ ഫാക്ടർ ഈസ് ദ ഫാർമസ്യൂട്ടിക്കൽസ്. ഇഫ് യു ഈറ്റ് ലോട്ട് ഓഫ് പലതരം മരുന്നുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ അഫക്ട് അവർ മൈക്രോബയോം. പർട്ടിക്കുലർലി ഒരു ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗട്ട് മൈക്രോബയോം ടോട്ടലി ഡിസ്റപ്റ്റഡ് ആവും. പിന്നെ അത് റിവൈവ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. റിവൈവ് ചെയ്ത് വരും, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. പിന്നെ ജിയോഗ്രാഫിയെ ബേസ്ഡ് ആയിട്ട് ഈ ഗട്ട് മൈക്രോബയോം വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, നമുക്ക് പലതരം ബാക്ടീരിയ ഉണ്ട്. Some are friendly bacteria like Bifidobacterium, Enterococcus faecalis, Lactobacillus, some E. coli. ഇതെല്ലാം friendly bacteria. But there are opportunistic bacteria inside our gut like Clostridium difficile,
Candida, Campylobacter, Staphylococcus. Friendly bacteria വളരെ പവർഫുൾ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് കീപ്സ് ദീസ് ഓപ്പർച്യൂണിറ്റി ബാക്ടീരിയ അണ്ടർ ചെക്ക്. പിന്നെ പത്തോജനിക് ബാക്ടീരിയ, സാൽമണല്ല, ഷിഗല്ല, വിബ്രിയോ ഇങ്ങനെയുള്ള ബാക്ടീരിയ ഒക്കെ നമ്മുടെ ഉള്ളിൽ വരാം. ബട്ട് the body doesn't allow them to come near ഇത് ഇൻഡസ്ട്രിയൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്. എപ്പിത്തീലിയൽ സെൽസിന്റെ വില്ലായി ഈ സൈഡില് മ്യൂക്കോസ, സബ് മ്യൂക്കോസ, ആ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് ഉള്ളത്. ഇതിന്റെ ജസ്റ്റ് ഔട്ട്സൈഡ് ദർ ഈസ് എ തിക്ക് മ്യൂക്കസ് മെംബ്രെയിൻ. ഞാൻ എന്റെ കഴ്സർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാണുന്നത് ഈ തിക്ക് മ്യൂക്കസ് മെംബ്രെയിനിലാണ് ഫ്രണ്ട്ലി ബാക്ടീരിയ മുഴുവൻ കിടക്കുന്നത്. And they are in constant communication with the gut epithelium and the immune system. And അതേ സമയത്ത് unfriendly bacteria, ഈ opportunities bacteria and pathogenic bacteria, they remain inside the gut, in the lumen. They are not allowed to come near the epithelial cells. പക്ഷെ എപ്പോഴാണ് അത് ഇതിനിവിടെ വരാൻ പറ്റുന്നത്? when your friendly bacteria are their bacterial diversity കുറയുകയും നമ്പർ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ these opportunistic bacteria and the pathogenic bacteria can take an upper hand and create problem. അപ്പോഴാണ് ഡിസ്ബയോസിസ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഒരു ബോഡിയിൽ തന്നെ ഒരു മെക്കാനിസം ഉണ്ട്, ഒരു ബാരിയർ ഉണ്ട്. ഈ ബാരിയർ എന്ന് പറയുന്നത് ഈ എപ്പിത്തീലിയം, ഒരു സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയമാണ് ഈ മ്യൂക്കസ്, ഈ ഫ്രണ്ട്ലി ബാക്ടീരിയ. ഇതാണ് ദ ബാരിയർ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ ല്യൂമൻ. ഈ ബാരിയർ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ കോളനൈസേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ബാക്ടീരിയ ഇവിടെ മാക്സിമം ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ the unfriendly bacteria cannot come nearby because they will start producing certain anti-bacterial proteins called like bacteriocins, അങ്ങനെ ഒത്തിരി and so they will be destroyed. രണ്ടാമത്, it utilizes all the resources so that the pathogenic bacteria cannot they will be discouraged. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ നമ്മുടെ ഒരു ഇന്നേറ്റ്, ഞാൻ അടുത്ത നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കാം. വി ഹാവ് രണ്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. വൺ ഈസ് ദ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് ദ അഡാപ്റ്റീവ് ഓർ ദ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിൽ ദർ ആർ ലോട്ട് ഓഫ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ മൈക്രോബ്സ് ദേ പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് സബ്സ്റ്റൻസസ് ലൈക്ക് മെറ്റബോളൈറ്റ്സ്, മൈക്രോബിയൽ പ്രോട്ടീൻസ്. ഇപ്പോൾ ചിലപ്പോൾ ഇറ്റ് മേ ബി ദ ലൈപ്പോപോളിസാക്കറൈഡ്സ്, അതിന്റെ കവറിങ്ങിലുള്ള ലൈപ്പോപോളിസാക്കറൈഡ്സ് ആയിരിക്കും. ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് ഇവിടെ റിസപ്റ്റേഴ്സ് ഉണ്ട്. And they can immediately sense it, and the body start producing antimicrobial proteins, antimicrobial peptides. See കാണുന്ന സ്റ്റാർ ആയിട്ട് കാണുന്നത് ഇത്, that will immediately destroy the bacteria. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, innate immunity. സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. അത് that involves lot of cells like dendritic cells, macrophages, B cells, പ്ലാസ്മ സെൽസ്. അപ്പൊ ഇതിനെ ഇതൊരു ഡെൻഡ്രിറ്റിക് സെല്ലിന്റെ ഒരു ഫാഗോസൈറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. ഇതാണ് കാണിക്കുന്നത്. ഒരു ബാക്ടീരിയ ഇറ്റ് ഈസ് ബീങ് എൻഗൾഡ്. അതിന്റെ ആന്റിജനെ പ്രോസസ് ചെയ്തിട്ട് these are known as the antigen presenting cells. They present it to the other macrophages, B cells എല്ലാം. എന്നിട്ട് it may be taken to the Peyer's patches or to the mesenteric lymph node, and they are processed, and the body produces immunoglobulin A against that particular bacteria, and this immunoglobulin they destroy the bacteria. That is the second line of defense. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ
ഒരു ഞാൻ ആദ്യം പറഞ്ഞു ചൈൽഡ്ഹുഡിലാണ് ഈ പറയുന്ന ഈ മൈക്രോബയോട്ട നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഇമ്മ്യൂൺ സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ they can differentiate between the self and the non-self. ഇപ്പോ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ ധാരാളം മിൽക്ക് ലാക്ടോസ്, അതുപോലെ പലർക്കും ഫുഡ് ഇൻടോളറൻസ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിലെ ഈ എഡ്യൂക്കേഷൻ ഫോർ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ബിക്കോസ് അവർ ചൈൽഡ്ഹുഡ് മൈക്രോബയോട്ട ഈസ് നോട്ട് strong enough. അപ്പോൾ അങ്ങനെ വരുമ്പോൾ later on this can lead to lot of autoimmune diseases like Crohn's disease, അതുപോലെ ulcerative colitis, ഇതെല്ലാം autoimmune disease ആണ്. Then പല ഇമ്മ്യൂൺ autoimmune diseasesഉം ഈ ട്രെയിനിങ് നല്ലപോലെ നടക്കാത്തത് കൊണ്ട് സംഭവിക്കാം. I hope what I said is clear to you. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഡിസ്ബയോസിസ് ആണ്. നമ്മുടെ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചു, ഇഫ് ദർ ഈസ് എ ഡിസ്ബയോസിസ് ഇറ്റ് വിൽ അഫക്ട് ഓൾ ദ സിസ്റ്റം. ഒരു നല്ല ഒരു മൈക്രോബയോട്ട ഉള്ള ഒരാളുടെ ബോഡിയിൽ ദ സെൽ ആർ ഇൻ there is integrity, there is no gap between the cells. And the friendly bacteria produces lot of metabolites like short chain fatty acids. Short chain fatty acids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ butyrate, propionate, acetate. These are the major source of energy for these colonic epithelial cells. അതുപോലെ they have a signaling mechanism and they give signals to the endocrine cells, and these signals are sent to the brain, and that brain will sense it, and there will be നിങ്ങളുടെ appetite-ഉം നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള മെറ്റബോളൈറ്റ്സ് ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ്. അതേസമയത്ത് ഡിസ്ബയോസിസ് വരുമ്പോഴെന്ത് പറ്റും? ഇങ്ങനെയുള്ള ബാക്ടീരിയയ്ക്ക് പകരം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ബാക്ടീരിയോഡേറ്റ്സ്, ദേ ആർ മോസ്റ്റ്ലി 70 to 80% ആർ ബാക്ടീരിയോഡേറ്റ്സ്. ദേ ആർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ആൻഡ് നമ്മൾ മൈക്രോബയോളജി ഒക്കെ പഠിച്ചവർക്കറിയാം, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കോട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ലൈപ്പോപോളിസാക്കറൈഡ്സ്. ആൻഡ് ലൈപ്പോപോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നതാണ് എൻഡോടോക്സിൻസ്. ഇപ്പോൾ ഒരു നല്ലൊരു ഇൻഫെക്ഷൻ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ there is endotoxemia. ഇപ്പോൾ ഈ ഡിസ്ബയോസിസ് വന്നു കഴിഞ്ഞാൽ ഈ ലൈപ്പോപോളിസാക്കറൈഡ്സ് ധാരാളമായിട്ടുണ്ടാകും. അപ്പൊ ഈ സെൽസിന്റെ ഇന്റഗ്രിറ്റി അതിനെ ഡാമേജ് ചെയ്യും. there will be space between the cells. ഈ LPS എല്ലാം ബോഡിക്ക് ഉള്ളിൽ വരും. and that will create ലൈപ്പോപോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് എൻഡോടോക്സിൻസ്. ഒരു ലോ ഗ്രേഡ് എൻഡോടോക്സിമിയ. And this low grade endotoxemia, this comes into the blood, reaches all over the body. It will reach the the adipose tissue. It reaches the liver. It reaches the pancreatic cells. ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞിട്ട് it produces inflammation, and that inflammation causes ആ ഒരു particular സ്റ്റേജിലാണ് ഇൻസുലിൻ, you lose the insulin sensitivity. So that particular process is called insulin resistance. അപ്പോഴാണ് ഡയബറ്റിസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. this is what is called metabolic endotoxemia. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡിസ്ബയോസിസ് വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡിൽ പറഞ്ഞ പല കാർഡിയോവാസ്കുലർ പ്രോബ്ലം, മെറ്റബോളിക് സിൻഡ്രോം, ഇതെല്ലാം ഇതിന്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ലൈപ്പോപോളിസാക്കറൈഡ് മെറ്റബോളിക് എൻഡോടോക്സിമിയ ആണ് അതിന്റെ മെയിൻ റീസൺ. ഓക്കെ, ഈ ഡിസ്ബയോസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? There will be frequent gas, bloating, abdominal cramps, urgency for defecation, food sensitiveness, chronic bad breath, halitosis, loose stool, diarrhea, constipation or combination of both, irritable bowel syndrome,
low, clouding of consciousness, less aware of surrounding, anxiety, depression. ഇതൊക്കെ വരുന്നത് ഹിസ്റ്ററി ഓഫ് പ്രൊലോങ്ഡ് ആന്റിബയോട്ടിക്സ് ഉള്ളപ്പോഴാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ്, ഫെറ്റീഗ്, low energy, autoimmune conditions like Hashimoto's thyroiditis, psoriasis, multiple sclerosis, sinus congestion. ഈ പറയുന്നതിൽ ഏതെങ്കിലും at least 5 or more of these symptoms, if it is present, that means you are suffering from dysbiosis. Okay, ഈ dysbiosis വരുമ്പോൾ there are so many diseases, particularly gut associated diseases like malabsorption syndrome, malignancies, particularly colorectal cancer. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, if the colonic retention time is more, it produces lot of bacterial degradation product producing colorectal cancer. പിന്നെ അതുപോലെ inflammatory bowel disease, പ്രത്യേകിച്ച് Crohn's disease, ulcerative, these are autoimmune diseases. Irritable bowel syndrome, I think a lot of people are having this problem, irritable bowel syndrome. There will be continuous diarrhea, constipation, often feeling to go to the bath. അല്ല ഡെയിലി എത്ര വരും? ഡെയിലി എന്താണ് ഡെയിലി എത്ര? ക്ലിയർ അല്ല. ഹലോ, ആരോ 3-4 സ്ലൈഡും കൂടെ ഉള്ളൂ. വേറെ ആരോ സംസാരിക്കുന്ന, ലോക്കലായിട്ട് സംസാരിക്കുന്ന കോശി. ഡോണ്ട് വറി, പ്രൊസീഡ്. Okay. Then irritable bowel syndrome. Clostridial difficile, this is called a C. diff infection. This is very, very common, particularly after antibiotic. കുറേ നാൾ ആന്റിബയോട്ടിക് തെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ there is every chance you will get C. diff infection. We call it CDI. പിന്നെ നോൺ മ്യൂക്കോസൽ ഡിസീസസ്, ഞാൻ പറയുന്ന മെറ്റബോളിക് സിൻഡ്രോം, മെറ്റസ് എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്ന, അത് നമ്മൾ കഴിഞ്ഞ തവണ നിമ്മി അതിനെപ്പറ്റി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു. ലോട്ട് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് ഒബേസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ ഡിസ്ലിപ്പിഡീമിയ, ഹൈപ്പർഗ്ലൈസീമിയ, ഹൈപ്പർ ഇൻസുലിനീമിയ, ഹൈ ബ്ലഡ് പ്രഷർ, ഇതെല്ലാം ദീസ് ആർ risk factors for cardiovascular diseases and cerebrovascular diseases. ഇതിന്റെ എല്ലാം റൂട്ട് കോസസ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ബയോസിസും മെറ്റബോളിക് എൻഡോടോക്സിമിയയുമാണ്. പിന്നെ മാലിഗ്നൻസീസ് ലൈക്ക് ലിവർ ക്യാൻസർ. ലിവർ ക്യാൻസർ ഞാൻ അടുത്ത സെക്ഷനിൽ പറയുമെന്ന് അറിയില്ല. എനിവേ, ഈ മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ വരുമ്പോൾ നാച്ചുറലി വരാൻ പോകുന്ന ഒരു കാര്യം, ലിവറിൽ മെറ്റബോളിക് ആക്ടിവിറ്റി കുറയും, ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് കോൾഡ് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഹെപ്പാറ്റിക് സ്റ്റേറ്റോസിസ്. ഇതെല്ലാം നമ്മൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ you will know that most of them have fatty liver disease. അതിന്റെയൊക്കെ റീസൺ ഈ മെറ്റബോളിക് സിൻഡ്രോം ആണ്, ഈ മെറ്റബോളിക് എൻഡോടോക്സിമിയ. Then fatty liver, long-term fatty liver can lead to cirrhosis. When allergic conditions like atopic dermatitis, autoimmune diseases like type 1 diabetes mellitus, അതുപോലെ abnormalities in the gut-brain axis that can lead to autism and other neurological disorders, chronic fatigue syndrome, periodontal diseases. ഇതിന്റെ എല്ലാം റൂട്ട് കോസ് ഈ മെറ്റബോളിക് എൻഡോടോക്സിമിയ ലീഡിങ് ടു മെറ്റബോളിക് സിൻഡ്രോം. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ വളരെ ബ്രീഫായിട്ട് ഒന്നുകൂടെ പറയാം. ഇതിപ്പോ ലാസ്റ്റ് 2-3 സ്ലൈഡും കൂടെ ഉള്ളൂ. ഇൻഡസ്റ്റൈനൽ ഡിസ്ബയോസിസ് വന്നു കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനൽ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പ്രൊലിഫറേഷൻ കൂടും. പർട്ടിക്കുലർലി ഇത് സംഭവിക്കുന്ന ഒരു ഹൈ ഫാറ്റ് ഹൈ ഷുഗർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ്. ഈ വെസ്റ്റേൺ ഡയറ്റ് എന്നൊക്കെ പറയുന്ന ഹൈ ഫാറ്റ് ഹൈ ഷുഗർ ഡയറ്റാണ്. നമ്മളാണെങ്കിലും നമ്മളുടെ ഇന്ത്യൻസിന്റെ പർട്ടിക്കുലർലി മലയാളികളുടെ ആഹാരക്രമം എന്ന് പറയുന്ന ഒരു ഹൈ അരി ആഹാരം കണ്ടമാനം, ഹൈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഡയറ്റ് കഴിക്കുന്നതാണ് നമ്മളുടെ മെയിൻ പ്രോബ്ലം. അത് വരുമ്പോൾ
actually bacteroidetes, gram-negative bacteria, they proliferate, and there will be continuous production of there will be lipopolysaccharides, and that lipopolysaccharides causes metabolic endotoxemia. There will be metabolic endotoxemia, the immune system start producing lot of pro-inflammatory cytokines. Macrophages will start pro-inflammatory cytokines. Interleukin 1, interleukin 6, tumor necrosis factor alpha. These are pro-inflammatory cytokines. That will act on the pancreatic B cell attack, B cell dysfunction, insulin production. That's type 2 diabetes reason. Otherwise, adipose tissue pro-inflammatory cytokines will cause inflammation. Adiposity, adipocytes obesity create. Otherwise, liver non-alcoholic fatty liver disease that can lead to cirrhosis, hepatoma, and so many problems. All this can finally lead to arterial diseases like atherosclerosis, myocardial infarction, cerebrovascular problems like stroke. This is the root cause of dysbiosis. I hope maximum clarify. Okay. Now, in the topic, dysbiosis particularly if I healthy donor, you can collect healthy bacteria and give it to a patient who is suffering from dysbiosis, so that this person microbiota becomes stronger. This is common. World Health Organization, it is permitted only for those people who have chronic C. diff infection. Okay, so this is a treatment mechanism. This is healthy. This is a restriction, but in future it will become very common. When dysbiosis overcome, you should eat in moderation, in regular time interval. Circadian rhythm. Rhythm follow. You should keep your time in time. Keep carbohydrates avoid. Eat in moderation. You eat only healthy carbs and fats. Healthy carbs white rice, white flour, white sugar, unhealthy carbs. You avoid that. It should be in moderation. Rice fat, trans fats, refined oils completely avoid. You can use definitely coconut oil, olive oil, but it should be in moderation. Eat rainbow. You should eat multicolored food like vegetables, pala color, beetroot, carrot, green apple. You should eat multicolored foods. Avoid added sugar. Processed food, canned beverages, avoid. Refined foods, polished rice, refined oils, avoid. Alcohol should be in moderation. Take probiotics and prebiotic foods. I will talk about prebiotic foods later. The basic thing is you should have good exercise. Eat in moderation. You should have regular exercise, minimum 45 minutes walking or jogging or mild strength exercises. This is actually body
ബേസൽ മെറ്റബോളിക് റേറ്റ് ഒരു നോർമൽ മെറ്റബോളിസം നടക്കുന്നുണ്ട്. അതുകൂടാതെ യു ഷുഡ് ഹാവ് നമ്മൾ റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും മാത്രം പോരാ. യു ഷുഡ് ഡു സർട്ടൻ നമ്മൾ വോളണ്ടറി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് കുറച്ച് എക്സസൈസുകൾ രാവിലെ വൈകിട്ടൊന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സ്ട്രെങ്ത് ട്രെയിനിങ് എന്തെങ്കിലും ചെയ്യുക. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗുഡ് സ്ലീപ്പ്, ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ് ഈസ് മസ്റ്റ്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഡിസ്ബയോസിസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട്. അതുപോലെ ഒരു ഹെൽത്തി പ്ലേറ്റ്, നമ്മളുടെ ഈ ഒരു പ്ലേറ്റും നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ, നമ്മൾ കഴിക്കുന്നത് ഇത്രയും പ്ലേറ്റ് നിറച്ച് ചോറെടുക്കും, സൈഡിൽ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കനും കുറച്ച് ദാലും കുറച്ച് സാമ്പാറും ഇതെല്ലാം കൂടെ വരും. അപ്പോൾ ആക്ച്വലി നമ്മൾ 3 നേരവും രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയിൽ കഞ്ഞി, ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് കാർബോഹൈഡ്രേറ്റ് ടോക്സിസിറ്റി. ഈ കാർബോഹൈഡ്രേറ്റ് ലാർജ് ക്വാണ്ടിറ്റി, അതും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള, പർട്ടിക്കുലർലി വൈറ്റ് റൈസ്, ബ്രൗൺ റൈസ്, തവിടില്ലാത്ത റൈസ്, ഇത് കണ്ടമാനം കഴിച്ചു കഴിയുമ്പോൾ, അതും മോഡറേഷനിലല്ലാതെ കഴിച്ചു കഴിയുമ്പോൾ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പ്രോളിഫറേഷൻ വളരെ ഇതാകും. ആൻഡ് യുവർ ബോഡി ഈസ് ഇൻ കോൺസ്റ്റന്റ് മെറ്റബോളിക് എൻഡോടോക്സിമിയ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് യു ഷുഡ് ഹാവ് ക്വാർട്ടർ പ്ലേറ്റ് ഓഫ് ചോസൺ ഹോൾ ഗ്രെയിൻ. ബാക്കി healthy proteins like meat, egg, fish, അതുപോലെ ബീൻസ്, യോഗർട്ട്, ഇങ്ങനെയുള്ളത്, പനീർ, ഇതെല്ലാം കഴിക്കാം. ബാക്കി റിമൈനിങ് ഹാഫ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. കഴിയുന്നതും 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം യുവർ ഗട്ട് ഷുഡ്, അതും കഴിയുന്നതും രാത്രിയിലത്തെ ഭക്ഷണത്തിൽ ഗ്രെയിൻസിനെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 hours ബിഫോർ യു ഗോ ടു സ്ലീപ്പ് ടു ഡൈജസ്റ്റ് ദ ഹോൾ തിങ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം എല്ലാം ഇത് നമ്മുടെ ബോഡിയിൽ ഫാറ്റായിട്ട് അടിഞ്ഞു കൂടുകയാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഈ പ്രോബയോട്ടിക് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോബയോട്ടിക് ഒന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കണമെന്നില്ല. ദർ ആർ പ്രോബയോട്ടിക് ഫുഡ്സ്. നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു. ദാറ്റ് ഇസ് എ വെരി റിച്ച് സോഴ്സ് ഓഫ് പ്രോബയോട്ടിക്സ്. യോഗർട്ട്, നമ്മൾ മോര് കുടിക്കുമായിരുന്നു, ബട്ടർ മിൽക്ക്, കേർഡ്, കെഫിർ, ഫെർമെന്റ്, ഇതെല്ലാം ദീസ് ആർ റിച്ച് സോഴ്സസ് ഓഫ് ഓഫ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ ഫ്രണ്ട്ലി ബാക്ടീരിയ സോയിലുണ്ട്, പ്ലാന്റ്സിലുണ്ട്, അതുപോലെ ഫുഡ്സിലുണ്ട്. ഇതെല്ലാം റിച്ച് സോഴ്സസ്. നമ്മൾ ഇതിനെ എല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾ ദീസ് ഫ്രണ്ട്ലി ബാക്ടീരിയ ആർ ലോസ്റ്റ്. അതുകൊണ്ടാണ് റോ സാലഡ്സും അതുപോലെ ഇങ്ങനെയുള്ള, അതിനെ ലൈവ് ഫുഡ്സ് എന്നാണ് സാധാരണ പറയുക. ഇങ്ങനെയുള്ള ലൈവ് ഫുഡ്സ് കഴിക്കണം. അതാണ് ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആന്റിബയോട്ടിക് തെറാപ്പിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആന്റിബയോട്ടിക് പർട്ടിക്കുലർലി സി ഡിഫ് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ലോങ് ടേം ആയിട്ട് ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നവർ, they should be eating probiotics. Probiotics will normally contain lactobacillus, bifidobacterium, and certain yeast like Saccharomyces. അപ്പോൾ ഇതൊക്കെയാണ് പ്രോബയോട്ടിക്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, these are the carbohydrates, the food for the friendly bacteria. And ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്, it is these are complex carbohydrates. This is rich in tomatoes, onions, garlic, നമ്മുടെ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ, ഫ്ലാക്സ് സീഡ്സ്, ലെഗൂംസ്, ഇതിലെല്ലാം ഇതുണ്ട്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ്. നമ്മൾക്കിപ്പോൾ ഇത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇനുലിൻ, ഒളിഗോ, ഗാലക്ടോ ഒളിഗോ സാക്രൈഡ്സ്, അതുപോലെ ഫ്രക്ടോ ഒളിഗോ സാക്രൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീബയോട്ടിക്സ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. യു ക്യാൻ ടേക്ക് ഓൾ ദീസ് വെജിറ്റബിൾസ്. ആൻഡ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പ്ലേറ്റ് പറഞ്ഞപ്പോൾ ഹാഫ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി
vegetables, and because that contain a lot of probiotics. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. So keep a healthy diet, healthy lifestyle, good exercise, eat plenty of drink plenty of water. So be healthy and stay safe. Thank you so much.